This video is about precision rectifiers. Okay, ഓർഡിനറി ഡയോഡ്സിൽ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുമ്പോൾ അത് കട്ട് ഇൻ വോൾട്ടേജിന് എബവ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, റെക്ടിഫൈ ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രോബ്ലം അവോയ്ഡ് ചെയ്യാൻ അല്ലെങ്കിൽ കട്ട് ഇൻ വോൾട്ടേജിൻ്റെ ബിലോ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഡയോഡിനോടൊപ്പം ഒരു ഒപ്പാമ്പും കൂടി ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ചെയ്യുക. സോ ഒരു ഒപ്പാമ്പിൻ്റെ ഫീഡ്ബാക്ക് പാത്തിൽ ഡയോഡ് വെക്കുകയാണെങ്കിൽ നമുക്കത് കട്ട് ഇൻ വോൾട്ടേജിന് ബിലോ ഉള്ള വോൾട്ടേജ് ലെവലോട്ട് റെക്ടിഫൈ ചെയ്യാൻ സാധിക്കും. സോ ആ ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ടുള്ള ഫസ്റ്റ് ടോപ്പിക്കാണ് പ്രിസിഷൻ ഹാഫ് വേവ് റെക്ടിഫയർ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ ഹാഫ് ഓഫ് ദി ഇൻപുട്ടിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ഔട്ട്പുട്ട് ഉണ്ടാവുള്ളൂ. ഒന്നില്ലെങ്കിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ മാത്രമേ ഔട്ട്പുട്ട് കിട്ടുള്ളൂ, അല്ലെങ്കിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ മാത്രമേ ഔട്ട്പുട്ട് കിട്ടുള്ളൂ. ഇനി ഈ ഒരു പ്രിസിഷൻ ഹാഫ് വേവ് റെക്ടിഫയർ ഇതിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിലാണ്. അതായത് ഡയോഡിൻ്റെ പോസിറ്റീവ് ഭാഗമാണ് ആദ്യം വെച്ചിരിക്കുന്നത്. ദെൻ അപ്പോൾ നമ്മൾ ഈ ഒരു ഇതിൻ്റെ വർക്കിങ്ങിലോട്ട് കടക്കുകയാണെങ്കിൽ ഒരു ഇൻപുട്ട് സിഗ്നൽ VI ഒരു ഇൻപുട്ട് സിഗ്നൽ അപ്ലൈ ചെയ്തു. ആ ഇൻപുട്ട് സിഗ്നലിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എടുക്കുകയാണെങ്കിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ പോസിറ്റീവ് ടെർമിനലിലേക്ക് വരുമ്പോൾ ഔട്ട്പുട്ട് ഇപ്പോൾ 0 ആണ് അല്ലേ. അപ്പോൾ നെഗറ്റീവ് ടെർമിനലിൽ 0 വോൾട്ട് ആയിരിക്കും. സോ കമ്പാരബിളി പോസിറ്റീവ് ടെർമിനലിലെ വോൾട്ടേജ് ആണ് ഹയർ. സോ ഔട്ട്പുട്ട് പ്ലസ് VSAT ആയിരിക്കും കിട്ടുക. അപ്പോൾ ഔട്ട്പുട്ട് കിട്ടി. ഈ ഔട്ട്പുട്ട് പോസിറ്റീവ് സിഗ്നൽ തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ ഡയോഡ് എന്തായി, ഡയോഡിൻ്റെ പോസിറ്റീവ് ടെർമിനലിലേക്ക് പോസിറ്റീവ് സിഗ്നൽ വരുമ്പോൾ ഡയോഡ് ഫോർവേഡ് ബയസ്ഡ് ആയി. അപ്പോൾ ഡയോഡ് ഫോർവേഡ് ബയസ്ഡ് ആകുമ്പോൾ ഇതൊരു ഷോർട്ട് സർക്യൂട്ടായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ഇത് മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു വോൾട്ടേജ് ഫോളോവറിൻ്റെ സർക്യൂട്ട് പോലെ ഇത് വർക്ക് ചെയ്യും. ഓക്കെ, വോൾട്ടേജ് ഫോളോവർ ആയിട്ട് ഇത് വർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് എന്താകും കിട്ടുക, ഇൻപുട്ടിൽ എന്താണോ അപ്ലൈ ചെയ്തത് അത് തന്നെ ഔട്ട്പുട്ടിൽ കിട്ടും. സോ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടി. ദെൻ ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിളാണ് കൊടുക്കുന്നതെങ്കിൽ കമ്പാരബിളി കൂടുതൽ ആരാണ് ഈ സമയത്ത്, നെഗറ്റീവ് ടെർമിനലിലെ വോൾട്ടേജ് ആണ് കൂടുതൽ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, ഔട്ട്പുട്ട് നെഗറ്റീവ് ഇൻപുട്ട് വരുന്ന സമയത്ത് ഔട്ട്പുട്ടും എന്തായി മാറും, നെഗറ്റീവ് VSAT ആയിട്ട് മാറും. നെഗറ്റീവ് VSAT ആയിട്ട് മാറുമ്പോൾ നമ്മുടെ ഈ ഡയോഡ് നെഗറ്റീവ് സിഗ്നൽ വരുമ്പോൾ ഡയോഡ് എന്തായി മാറും, റിവേഴ്സ് ബയസ്ഡ് ആയിട്ട് മാറും. സോ ഈ ഒരു സർക്യൂട്ട് എന്താവും, ഓപ്പൺ ആയിട്ട് അങ്ങ് കിടക്കും. ഓപ്പൺ ആയി കിടക്കുമ്പോൾ ഈ ഒരു സിഗ്നലിന് ഔട്ട്പുട്ടിലോട്ട് എത്താൻ പറ്റില്ല. സോ ആ സമയത്ത് നമുക്ക് എന്ത് കിട്ടില്ല, സിഗ്നൽ കിട്ടില്ല. അപ്പോൾ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ സിഗ്നൽ കിട്ടില്ല. അഗെയിൻ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ ഔട്ട്പുട്ട് പ്ലസ് VSAT ആവും. ദെൻ ഡയോഡ് ഫോർവേഡ് ബയസ്ഡ് ആവും. അപ്പോൾ ഔട്ട്പുട്ട് ഇൻപുട്ട് തന്നെ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. അപ്പോൾ അഗെയിൻ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ വീണ്ടും നമുക്ക് ഔട്ട്പുട്ട് അവൈലബിൾ ആവും. ലൈക്ക് വൈസ് പോസിറ്റീവ് ഹാഫ് സൈക്കിളിലെ ഔട്ട്പുട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും, നെഗറ്റീവ് ഹാഫ് സൈക്കിളിലെ ഔട്ട്പുട്ട് റെക്ടിഫൈ ചെയ്തുകൊണ്ടേയിരിക്കും. സോ ഇതാണ് അതിൻ്റെ വേവ് ഫോം വരുന്നത്. അപ്പോൾ പോസിറ്റീവ് സൈക്കിളിൽ ഡയോഡ് ഓൺ ആണ്. സോ ആ ഒരു സിഗ്നൽ പാസ് ചെയ്യും. നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡയോഡ് ഓഫ് ആണ്. സോ ആ സിഗ്നലിനെ അവിടെ ബ്ലോക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രിസിഷൻ ഹാഫ് വേവ് റെക്ടിഫയറിൽ പറയാനുള്ളത്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. താങ്ക് യു.